എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ മെൽബണിലെ ഓണം സീസൺസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് ഓഗസ്റ്റ് 24 കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞാൻ ആക്ച്വലി ജഡ്ജ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇതിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ആ സെയിം ഇവൻറ്റാണ് പോകുന്നത് കേട്ടോ. ഇപ്രാവശ്യം അതിന് ശരണ്യ ഇസ് ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ദർ ഇസ് ഫ്യൂ അതർ ഫ്രണ്ട്സ് ആസ് വെൽ. അപ്പോൾ നമ്മൾ ശരണ്യെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളവിടെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ പോവാണ്. സമയം ഇപ്പോൾ എത്രയായി? സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു കേട്ടോ. 9 മണി കഴിഞ്ഞു. എന്നിട്ട് ഇവള് ആക്ച്വലി ഷീ സപ്പോസ് ടു കം ഹിയർ ടു ഡ്രൈപ്പ്. അവൾ സാരി ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവൾ മേക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവാണ്. ലുക്സ് ലൈക്ക് ഷീസ് ലേറ്റ്. നമുക്ക് ആദ്യം പോയിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ചിഡു അന്നൊരു വീഡിയോ കാണിച്ചത്. ആ വീഡിയോയിൽ സിദ്ദിഖ് പുതിയ പിന്നെ പജാമാസ് വഹിക്കുന്നത്. ഓരോ ദിവസം ആ സെയിം സാധനമാണ്. ഫുഡ് കഴിച്ചാ നീ? ഫുഡ് കഴിച്ചാ? ഓക്കെ. Now they're eating their food. കുറച്ച് തിന്നുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ വയറിലാണ്. ഞാൻ ഇന്നൊരു ഹാഫ് സാരി എടുക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹാഫ് സാരി ഇടാൻ പോകുന്നത്. ഐ എം എക്സൈറ്റഡ്, ബട്ട് അഗൈൻ എനിക്ക് ഒരു ക്രിഞ്ച് ഫീലിംഗ് കൂടെ തോന്നുന്നുണ്ട് ആക്ച്വലി. ഐ ഡോണ്ട് നോ. What does cringe mean? അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് സ്പെഷ്യലായിട്ട് മമ്മീനോട് കൊടുത്തയക്കാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ അശ്വത വരും, മമ്മി കൊടുത്തയച്ചതാണ്. ഇറ്റ്സ് എ നൈസ് ഹാഫ് സാരി. ഹാഫ് സാരി എന്നല്ലേ പറയാ അശ്വത? ധാവണിയാ രണ്ടും പറയും. അപ്പോൾ You'll even see me in the stage for my boring fashion show. മങ്ക. അയ്യോ, ക്യാമറയിൽ ഞാൻ, സോറി മിററിൽ ഞാൻ. മങ്ക ക്ലോസപ്പ്. സുന്ദരിയാണ്, സുന്ദരിയല്ലേ? എന്നെ കൂട്ടാതെ ഒരു പരിപാടി നടക്കൂലേ? അതിന്റെ ഒരു വിശ്വാസമല്ലേ? അല്ല, വിശ്വാസമല്ല, അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. സമയത്ത് ഇത് കൂടി ഒത്തു വരും കേട്ടോ. നമുക്ക് മൊത്തം അയച്ചു പഠിഞ്ഞാലോ? സമയമുണ്ടാ? അതിനൊന്നും സമയമില്ല. അയച്ചു പണിയണ്ട, അതിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് മാത്രം. ഹെയർ സീറം ഉണ്ടോ? കുറച്ചൊന്ന് ബാക്കിലെ മുടിക്കൊന്ന് തേച്ച് കൊടുക്കാൻ. അല്ല, അതവിടെ നിക്കട്ടെ. അതാ ഞാൻ അതൊന്നും ചെയ്യണ്ട. ഒടുക്കത്തെ തിരക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിട്ടില്ല. ശരി, എന്ത് കിട്ടി? എടാ വേഗം പോ. 1 മണിക്കൂർ ലേറ്റ് ആണ് ഗൈസ്. എന്നിട്ട് കളിക്കുന്ന കളി നോക്കിയാട്ടെ ഇവിടുന്ന്. ശരി, ഡ്രൈവ് സേഫ് കേട്ടാ. ആ സാരി ഒന്ന് ചുളിക്കല്ലേ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബൈ. ഹലോ ഗായ്സ്, സമയം കുറേ ആയി ആക്ച്വലി. ദ തിങ് ഇസ് ദാറ്റ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ബിക്കോസ് വേറെ വഴിയില്ല. നല്ല ലേറ്റ് ആയിപ്പോയി. ശരണ്യ ലേറ്റ് ആയിപ്പോയി. കാരണം ഈ റൂട്ടിൽ എന്തോ ഉണ്ട്, കാര്യപ്പെട്ട ട്രാഫിക് ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ട്രാഫിക് ഉണ്ടാവാറില്ല ഈ റൂട്ടിലത്ര. സോ ഇന്നിപ്പോൾ നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് ആക്ച്വലി ഞാൻ 12:45 അവിടെ എത്തൂലൂ എന്നാണ് കാണിക്കുന്നത്. ഞാൻ അപ്പോൾ ശരണ്യൻ്റെ മെസ്സേജ് ഉണ്ട്, ഞാൻ ഇനി അരമണിക്കൂർ എടുക്കുന്നു. അപ്പോൾ അവളും ഈ റൂട്ടാണല്ലോ പോയത്. ഓ ഗോഡ്. അപ്പോൾ അങ്ങനെയാണുള്ളത് കേട്ടോ. അതിൻ്റെ ഓരോ ലുക്കോളും എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. ഗൈസ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. ഞാനിത് എവിടെ എത്തി? ശരണ്യന്റെ ഫസ്റ്റ് റൗണ്ട് ഓൾറെഡി കഴിഞ്ഞു ആക്ച്വലി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അന്നേരം എത്തിയത്. ഓർഗനൈസിംഗ് സ്കിൽസ് ഒക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ കാണുന്നു. എല്ലാ നല്ല നിമിഷങ്ങൾക്കും ഈ ഒരു ഒത്തൊരുമയ്ക്കും എന്നും നിങ്ങൾക്ക് അത് മേൽക്കുമേൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഇതാരാണ് നോക്കിയ നമ്മളെ? ഗൈസ്, ഞാൻ എല്ലാ ടീംസിനെ പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക. പേര് പറ. അനുഷ, റിംഷ, ഈ കൊരങ്ങനെ അറിയാലോ അല്ലേ? ഇതിന് മേക്കപ്പ് ഇട്ടോണ്ട് മനസ്സിലായി വരുമല്ലോ, ഒരു ദേവീനെ പോലെ ഉണ്ട് ശരണ്യ. വിനീത, ഹായ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. അങ്ങനെ മലയാളി മംഗ പരിപാടിയൊക്കെ കഴിഞ്ഞു. ശരണ്യ ആ സ്റ്റാഷ് മേത് നൂറുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് കുറെ നേരം ഫോട്ടോ എടുക്കുന്നു. ഹായ് മംഗ, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. സെൽഫി ട്രൈ മൊത്തം പറയണ്ടാ.
No worries. Congratulations, guys. Guys, നമ്മളെ മാവേലി ഇവിടെ ബോറടിച്ച് നിൽക്കുകയാണ്. ആണോ മാവേലി? ഹായ്. ഗൈസ് കുറച്ച് മെലിഞ്ഞ മാവേലിയാണ് ഇപ്രാവശ്യം. മാവേലിൻ്റെ കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കണം. നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കാനുള്ള ക്യൂവിലാണുള്ളത്. ആദ്യമായിട്ട് കുട്ടിയായ എനിക്ക് അങ്ങനെ തന്നെ വേണം, മനസ്സിലായി? ആദ്യമായിട്ട് കുട്ടിയായിരുന്നോ? നേരത്തെ വേറെ കുട്ടിയുണ്ടോ? അയ്യോ ഒറ്റയ്ക്ക് ഉണ്ട്, പഠിക്കണ്ട. ഗൈസ് ഇതാണ് ഇത്രയേ ഉള്ളൂ സദ്യൻ്റെ ഏരിയ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. റിയമോൾ റിയമോൾ റിയമോൾ. ഓ പിടിച്ചു വെച്ചിരിക്കുകയാണോ? റിയ പിടിച്ചു വെച്ചിരിക്കുക. ആ മറ്റേ സിനിമയിലെ ഡയലോഗ്, അങ്ങനെ കാളം വന്നു, തോരൻ വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു. നല്ലോണം ഇട്ടോട്ടോ, ഒന്നിനൊരു കുറവ് വരുത്തണ്ട. അതെന്തോന്നു സാധനം? ആ ഓക്കെ ഓക്കെ ഗൈസ്. അല്ല ഇത്തിരി വളം വന്നുള്ളൂ ഗൈസ്. എൻ്റെ പ്ലേറ്റിൽ മാത്രമേ എല്ലാം കൂടുതലുള്ളൂ, കാരണം ഞാൻ ഓരോ കറിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. റിയമോള് നീ തീർന്നല്ലോ. എടാ നീ തിന്ന് തീർന്നാ? മെല്ലെ കരക്കില്ല ഗൈസ്. ഇവള് കാണുമ്പോ എത്രയേ ഉള്ളൂ എങ്കിലും തിന്നുന്ന ചോറ് പോയ എത്രയാണ്. ഇവള് തിന്ന് തീർന്നു പോയി. ദാറ്റ്സ് ദ റീസൺ. പെട്ടെന്നാ. ഇനി ഒരുപാട് നേരം നമുക്ക് വീഡിയോ ഫുൾ എടുക്കാൻ പറ്റില്ല ഗൈസ്. വയറൊക്കെ തോളുമ്പോൾ അപ്പുറത്തും സദ്യ ലോഡ് കണക്കിന് സദ്യ കഴിച്ചിട്ടിരിക്കുന്നു. സോ ഗൈസ് ഞാൻ ഒരാളെ കാണിച്ചു തരാം. നമ്മുടെ കൂടെ ആരെയുള്ള നോക്കും. ഹലോ. ഇപ്പൊ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പണ്ട് നമ്മൾ ഒരുപാട് പടങ്ങൾ കാണുന്നതാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഗൈസ് മെൽബണിൽ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ഓണത്തിനും ഈ ചെണ്ടമേളം ഉണ്ടാവും. അതൊരു മാൻഡേറ്ററി ഐറ്റമാണ്. ഒരുവിധ കേരളക്കാർ അവതരിപ്പിക്കുന്ന ഏത് പ്രോഗ്രാമിനും ഇപ്പോൾ ഉണ്ടാവും. മഹാബലി കയറി വരുന്ന ടൈമിങ് മഹാബലിക്ക് തെറ്റിപ്പോയതാണോ അതോ ഇത് പ്ലാൻഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ അണ്ട വാ മാമ എന്ന് പറയുമ്പോൾ അത് മഹാബലി കയറി വന്നത്. ആക്ച്വലി നമ്മളൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഭാവന ആക്ച്വലി ഭയങ്കര സ്വീറ്റായിരുന്നു കേട്ടോ. ഓരോ ചെണ്ടമേളക്കാർ ഓരോ പാട്ട് കഴിയുന്തോറും ഷി വാസ് ലൈക്ക് എണീച്ചൊന്ന് ക്ലാപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങോട്ട് അതേ ഇങ്ങനെ ഓരോരോ മിനിസ്റ്റേഴ്സിനെ അല്ല ഓരോരോ ചീഫ് ഗസ്റ്റിനെയും ആക്ച്വലി സ്റ്റേജിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇതിൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് ഇങ്ങനെ പട്ടൊക്കെ പതിപ്പിച്ചു കൊടുത്തു. ഇത് ആക്ച്വലി ദിസ് വാസ് ഫണ്ണി സോ ആ ഒരു പിങ്ക് ഇട്ട ചീഫ് ഗസ്റ്റിനെ കണ്ടോ, ആ പുള്ളിക്കാരി മാത്രമേ ഷൂസ് ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷം ഭാവന വന്നത്. ഭാവന വരുന്ന സമയത്ത് ഭാവന അവിടെ ചെരുപ്പൊക്കെ ഊരി വെക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും അവരുടെ ഷൂസൊക്കെ ഊരിയിട്ട് വന്നു. ഇപ്പം നോക്കുമ്പോൾ മഹാബലിയാണ് ആക്ച്വലി ഷൂസ് ഇട്ടിട്ടുള്ളൂ. ബാക്കി ഓസി മിനിസ്റ്റേഴ്സുള്ള ഷൂ ഇടാണ്ടുള്ളത് കേട്ടോ. എനിവേസ് ഈ കണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും നേരം പോക്ക് വേണ്ട. ഇതൊക്കെയായിരുന്നു എൻ്റെ നേരം പോക്ക് അവിടെ. സെലിബ്രേഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. സോ ഇവിടെ ഇത്രയും എല്ലാ തരത്തിലും മാറ്റിവെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ഇവന്റ് ഇത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ ഇവിടെ വന്നതിന്, ഇവിടെ ഇത്രയും നല്ല ഒരു മനോഹരമായ ഇവന്റ് കണ്ടക്ട് ചെയ്തതിന് എല്ലാം ഐ ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു. ബിക്കോസ് ഇത് അത്ര ഒരു ചെറിയ കാര്യമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാവരും കൂടെ അത്രയും 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇവന്റ്. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഹോൾസ് ഉണ്ടാക്കി. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഓവർവെൽഡ് ഫീലിംഗ് ആയിരുന്നു. ഇവിടെ ഇന്നത്തെ ഫുൾ ഈവനിങ് നിങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഗൈസ് അങ്ങനെ നമ്മളതെ അവിടെ നിന്ന് പുറത്തിറങ്ങി. കാരണം സ്പീച്ച് സഹിക്ക വയ്യ. ഓരോരോ ഒരു എല്ലാം കൂടെ ഒരു മറ്റേ എന്താ പറയുക 5-6 മിനിസ്റ്ററെങ്കിലും ഉണ്ട് തോന്നുന്നു. 5-6 അല്ലെ 4-5 മിനിസ്റ്റർ ഉണ്ട്. ഇവരെല്ലാവരും പ്രസംഗിച്ച് കാരണം ഇവർക്ക് വോട്ട് പിടിക്കണമല്ലോ. ഇവർക്ക് വോട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് ആഞ്ഞ് പ്രസംഗിച്ചേ പറ്റുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അവരൊക്കെ പ്രസംഗിച്ച് പിന്നെ ഭാവന വാസ് ലൈക്ക് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഈ സ്പോൺസേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോറടിച്ച്. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറി വന്നു.
ചേച്ചി ഇവിടെ ചില്ലിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസ് തുടങ്ങി വന്നു കേട്ടോ. Say hi guys. Anusha. ഓ മാറു പണ്ടെപ്പോ കണ്ടു പറഞ്ഞൊരു മുഖമായിരിക്കും ഈ മുഖം. പണ്ടൊരു വൈനിയാടിലൊക്കെ പോയ ഒരു മുഖം. 3 വർഷം. സോ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് സോ ഫാർ? നല്ല സത്യം. പ്രോഗ്രാം ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. പ്രസംഗം കണ്ട് എനിക്ക് ബോറടിച്ചിട്ട് നമ്മൾ വെച്ച് തന്നപ്പോൾ മതി വിട്ട് പോകുന്നു. ദാറ്റ്സ് എ തിങ്. പിന്നെ എല്ലാവരും നമ്മൾ മാത്രമല്ലേ വന്നിരിക്കുന്നത്. ദാറ്റ്സ് സോറി. ഇനി ഒരു മണിക്കൂർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാനുണ്ട്. മേ ബി 1.5 ഉണ്ടാവില്ല, ഒരു 1:15 ഒക്കെ ഉണ്ടാവും. ഗൈസ് നമ്മളിത് ഈ കൊലത്തിൽ സ്പ്രിംഗ് വെയിലിൽ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു റിയാക്ഷൻ വീഡിയോ ആയി പറയാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും നോക്കുന്നുണ്ട്. ഓൾറൈറ്റ്, താങ്ക് യു. യു ടു. അയ്യോ, സ്പ്രിംഗ് വെയിൽ ടൗണിലെ കൂടെ കല്യാണ പണിയുടെ പോലെ നടക്കുന്നു. 2 മാലയും കമലും കുടിക്കുന്ന കല്യാണം മലയാളി മങ്ക. സോ ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പെട്ടെന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ ഡ്രൈവ് ചെയ്ത് പിന്നെ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. അതങ്ങനെ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി. നല്ല ഫംഗ്ഷനായിരുന്നു കേട്ടോ, നല്ല ഫംഗ്ഷനായിരുന്നു. പിന്നെ പരിപാടിയൊന്നും കാണാൻ ഞാൻ അധികം നിന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ അതുവരെ അത്യാവശ്യം മലയാളി മങ്കയൊക്കെ ഭയങ്കര കട്ട കോമ്പറ്റീഷൻ ആയിരുന്നു ടു ബി ഓണസ്റ്റ്. പിന്നെ സദ്യ വാസ് ഓൾസോ റിയലി ഗുഡ്. ലാസ്റ്റ് ടൈം ഇവരുടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം സദ്യ വാസ് റിയലി ഗുഡ് ആക്ച്വലി. അപ്പം എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. നല്ല വെൽ ഓർഗനൈസ്ഡ് നല്ല പരിപാടിയായിരുന്നു. So that is the end of our first Onam season, or first Onam of this Onam season. അടുത്ത ഓണം ഇനി വരുന്നത് അടുത്ത ആഴ്ച നമ്മൾ ഉദയൻ്റെ ഓണം ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ആഴ്ച എനിക്ക് വേറൊരു ഓണം കൂടി ഉണ്ട്. കാരണം പക്ഷെ അതിന് ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ ആഴ്ചയാണ് ആക്ച്വൽ ഓണം. ഓക്കെ, ശരിയായ ഓണം സെപ്റ്റംബർ 15 അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ വരാൻ പോകുന്ന 3 ആഴ്ചകളിലും 3 ഓണമാണ്. അപ്പോൾ ഇന്നും കൊടുത്ത കൂടെ 4 ഓണം. സോ എല്ലാം കൂടെ 4 ഓണമായിരുന്നു. ഓ മൈ ഗാഡ്, അതാണ് അവസ്ഥ. എന്നതാ. അപ്പം ശരി ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. See ya, bye.